സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള വേറൊരു ആക്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ള IT ആക്ട് 2000. IT ആക്ട് എന്ന് പറയുന്നത് 2000 21 നമ്പർ പ്രകാരം വന്ന ആക്റ്റാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതിൽ കുറേ സെക്ഷനുകൾ നമ്മളെ സിലബസിൽ തന്നെ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കണം. ഇത് പാർലമെന്റ് ഇനാക്ട് ചെയ്തിട്ടുള്ളത് 9th ജൂൺ 2000 നിലവിൽ വന്നത് 17 ഒക്ടോബർ 2000. നിലവിൽ വരുന്ന സമയത്ത് KR നാരായണനാണ് പ്രസിഡന്റ്. IT മിനിസ്റ്റർ ആ സമയത്ത് പ്രമോദ് മഹാജൻ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണേ. പിന്നെ IT അമെൻഡ്മെന്റ് ആക്ട് 2008 വന്നു. നിലവിൽ വന്നത് 27 ഒക്ടോബർ 2009 ആ ഡേറ്റ് ഓർത്ത് വെക്കുക. അമെൻഡ് ചെയ്ത ഡേറ്റ്. പ്രതിഭ പാട്ടീലാണ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഇതിന്റെ IT ആക്ടിന്റെ പ്രിയാമ്പിളില് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണേ. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇ-കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഉപയോഗമൊക്കെ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പേപ്പർ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിനും ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റിനും ഒക്കെ ഒരു ലീഗാലിറ്റി കൊണ്ടുവരണം എന്നുള്ളത് UN-ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇന്റർനാഷണൽ മോഡൽ ലോ, ഇതിനു വേണ്ടി ഒരു ഇന്റർനാഷണൽ മോഡൽ ലോ ഉണ്ടാക്കണമെന്ന് UN തീരുമാനിക്കുകയാണ്. അങ്ങനെ UN-ന്റെ ഏജൻസിയായ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ, യൂണിസിട്രാൽ എന്ന് പറയുന്ന UN-ന്റെ ഏജൻസി ഇത് തയ്യാറാക്കുകയാണ്. അത് 30 ജനുവരി 1997 30 ജനുവരി 1997 UN-ന്റെ ജനറൽ അസംബ്ലിയിൽ ഇത് പ്രസന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രസന്റ് ചെയ്തതിന് ശേഷം UN അതിന്റെ അംഗരാജ്യങ്ങളോട് ഈ ഒരു മോഡൽ ലോ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നും ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു മോഡൽ ലോ, ഇന്റർനാഷണൽ മോഡൽ ലോ, UN-ന്റെ യൂണിസിട്രാൽ തയ്യാറാക്കി ഇന്റർനാഷണൽ മോഡൽ ലോ 30/1/97 ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഈ ഒരു മോഡൽ ലോ അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യ IT ആക്ട് 2000 എന്താ പറയുക മേക്ക് ചെയ്തത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അതുമാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു ആക്റ്റാണ്. ഓക്കെ, ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ആക്റ്റാണ് IT ആക്ട് എന്ന് പറയുന്നത്. 1 ഇതിന്റെ അപ്ലിക്കേഷൻ പറയുന്നത്, 2 ഇതിന്റെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് സെക്ഷൻസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് എന്താണ് എന്നുള്ളത് നോക്കിപ്പോവാം. അപ്പോൾ അധ്യായം 9 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിഴകളും നഷ്ടപരിഹാരമാണ്. അതിൽ 2 സെക്ഷനാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. സെക്ഷൻ 43, വകുപ്പ് 43, പിന്നെ വകുപ്പ് 43A-യുമാണ്. വകുപ്പ് 43 പറയുന്നത് എന്താ, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാടുകൾ വന്നാലുള്ള നഷ്ടപരിഹാരത്തിനെ കുറിച്ചാണ് 43 പറയുന്നത്. 43A-യിൽ പറയുന്നത് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരമാണ്. അപ്പൊ ഈ 43 പറയുകയാണെങ്കിൽ, നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്, അതിന്റെ ഉടമയുടെ അനുമതി ഇല്ലാതെ എന്തൊക്കെ ചെയ്യാം? ആക്സസ് ചെയ്യാം, പിന്നെയോ ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ പകർത്തുക, കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുക, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പോലെ മലിനീകരണം, വൈറസ് കയറ്റുക, അതല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുക, തടസ്സപ്പെടുത്തുക, അധികാരപ്പെടുത്തിയവർക്ക് ആക്സസ് നിഷേധിക്കുക, അല്ലെ, ഉടമയോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ആൾക്കാർക്ക് ആക്സസ് നിഷേധിക്കുക, പിന്നെ നിയമപ്രകാരം അല്ലാതെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായൊക്കെ പ്രവേശനം നടത്താൻ ശ്രമിക്കുക, ആക്സസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഡാറ്റകൾ. അതല്ലെങ്കിൽ കൃത്രിമം കാണിക്കുക, നശിപ്പിക്കുക, മറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. കൃത്രിമം കാണിക്കുക, നശിപ്പിക്കുക, മറച്ചു വെക്കുക, ഈ ഡാറ്റകളൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ നെറ്റ്വർക്കിലോ ഒക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുകയാണെങ്കിൽ അതിന് ചെയ്ത വ്യക്തി കോമ്പൻസേഷൻ കൊടുക്കാൻ, നഷ്ടപരിഹാരം
കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വകുപ്പാണ് ഇത് 43 എന്ന് പറയുന്ന വകുപ്പ് കേട്ടോ. പുറത്ത് വെക്കണേ, 43 ഇനി 43A പറയുന്നത് എന്താ? 43A പറയുന്നത് ഡാറ്റ സംരക്ഷിക്കുന്നത് പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് 43A പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഉടമയുടെ കീഴിലുള്ള ഒരു കമ്പ്യൂട്ടർ സോഴ്സിൽ നിന്നും എന്താകുക, ഒരു നിയന്ത്രണത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ സോഴ്സിൽ നിന്നും ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി വിവരങ്ങളൊക്കെ വ്യക്തിപരമായ വ്യക്തിയുടെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇയാൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്, കൃത്യമായി കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂട്ടി അല്ലെ. ആ സുരക്ഷാ നടപടികളൊന്നും പാലിക്കാണ്ട് അശ്രദ്ധ കാരണം ഈ വ്യക്തി വിവരങ്ങളൊക്കെ നഷ്ടപ്പെടും. ഈ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് കാരണം പിന്നെ അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നതാണ്, ബാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് 43A കേട്ടോ. അപ്പോൾ വ്യക്തി വിവരങ്ങൾ സംരക്ഷിക്കുന്ന ആള് പരാജയപ്പെടുകയാണെങ്കിൽ അയാൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് 43A. ഓക്കെ. 43 കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. 43A എന്താ പറയുന്നത്? കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡാറ്റ. കോമ്പൻസേഷൻ, രണ്ടിലും കോമ്പൻസേഷൻ ആണ് കേട്ടോ. അടുത്തത് ഏതാണ്? അടുത്തത് അധ്യായം 11 പറയുന്നത് കുറ്റകൃത്യങ്ങൾ. ഇതിലാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷനുകൾ, വകുപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് 65-ാം വകുപ്പാണ്. 65-ാം വകുപ്പ് പറയുന്നത് ടാമ്പറിംഗ് വിത്ത് സോഴ്സ് കോഡ്. ഇതിങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് വരിക. ഈ IT യിലുള്ള പദങ്ങളൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടാണ്. ടാമ്പറിംഗ് വിത്ത് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഉറവിട പ്രമാണങ്ങളിലൊക്കെ കൃത്രിമം കാണിക്കുക എന്നുള്ളതാണ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാനേ സാധ്യതയുള്ളൂ. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ നെറ്റ്വർക്കിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഴ്സ് കോഡ് നിയമം അനുസരിച്ച് അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത് മാറ്റി മനഃപൂർവ്വം മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക, മറച്ചു വെക്കുക, അതും അല്ലെങ്കിൽ എന്താ ഇതിനൊക്കെ പ്രേരണ നൽകുക, അബറ്റ് ചെയ്യുക. ഇതിനൊക്കെ പ്രേരണ നടത്തുന്നതിനെ ശിക്ഷിക്കുന്ന വകുപ്പാണ് വകുപ്പ് 65. ഇതിനുള്ള ശിക്ഷ എന്താണ് ഇതിൽ പറയുന്നത്? 3 വർഷം വരെ തടവും 2 ലക്ഷം പിഴയും ആണ് പറയുന്നത്. 65-ലെ വകുപ്പിന്റെ ശിക്ഷ 3 വർഷം വരെ തടവും 2 ലക്ഷം വരെ പിഴയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് 65 ഓർത്ത് വെക്കുക. ഇനി 66-ല് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ 43 എടുത്ത സമയത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സെക്ഷൻ 43-ല് അങ്ങനെയുള്ള കുറേ ഒഫൻസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒഫൻസുകൾക്കൊക്കെ എന്താണ് പറയുന്നത്? സത്യസന്ധത ഇല്ലാതെ വഞ്ചനപരമായിട്ട് ഇങ്ങനെയുള്ള ഒഫൻസ് ഒക്കെ ചെയ്യുന്നതിന് ശിക്ഷയാണ് പറയുന്നത്. അത് എത്രയാണ്? 3 വർഷം തടവും 5 ലക്ഷം വരെ പിഴയുമാണ് പറയുന്നത്. എത്രയാണ്? 3 ലക്ഷം വരെ തടവും 3 വർഷം വരെ തടവും 5 ലക്ഷം വരെ പിഴയുമാണ് 66 വകുപ്പിലെ ഉള്ള ഒഫൻസിന്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസിനുള്ള ശിക്ഷ പറയുന്നത്. ഇനി 66-ല് A മുതൽ F വരെ, Aൻ്റെ ഇത് പറഞ്ഞു തരാവേ. അത് നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. മാറിപ്പോവും അധിക സമയം, അധിക പേരോടും സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാറിപ്പോകുന്ന ഒരു വകുപ്പുകളാണ്. 66A-ല് ഒഫൻസീവ് മെസ്സേജ് അയക്കുന്ന ക്രൈമാണ് 66A പറയുന്നത്. അത് സുപ്രീം കോടതി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വിധിയിൽ സ്ട്രക്ക് ഡൗൺ ചെയ്ത ഒരു വകുപ്പാണ് 66A. അപ്പൊ അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു കേട്ടോ സുപ്രീം കോടതി. അത് ഏത് കേസാണെന്ന് ചോദിച്ചാൽ ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ശ്രേയ സിംഗാൾ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്ത വകുപ്പാണ് 66A. ഒന്ന് ഓർത്ത് വെക്കണേ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒഫൻസീവ് മെസ്സേജ് അയക്കുന്ന
അതിന് എതിരെയുള്ള ഒരു വകുപ്പായിരുന്നു 66A. അടുത്തത് 66B ആണ്. ബി പറയുന്നത് മോഷണ മുതലുകൾ, അതായത് കമ്പ്യൂട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളോ ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് മനഃപൂർവ്വം മനസ്സിലാക്കി അത് ഉപയോഗിക്കുകയോ അത് ശേഖരിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നത്, മോഷണ മുതൽ ഉപയോഗിക്കുകയോ ശേഖരിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് പണിഷ് ചെയ്യുന്ന ഒരു വകുപ്പാണ് 66B എന്നത് ഓർത്തു വെക്കുക. സത്യസന്ധത ഇല്ലാതെ സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷ, സത്യസന്ധത ഇല്ലാതെ സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷയാണ് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 3 വർഷം തടവ് 1 ലക്ഷം രൂപ പിഴയാണ് 66B. സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുക, അത് ഡിസോണസ്റ്റ്ലി റിസീവ് ചെയ്യുന്നതിനുള്ള എന്താ പറയാ കുറ്റമാണ് 66B. ബി എന്നുള്ളത് ഒരു ബി സ്റ്റോൾ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു സ്റ്റോൾ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഈ ഓരോരോ ഷോപ്പ് സ്റ്റോൾ എന്നൊക്കെ പറയില്ല, അപ്പൊ ബി സ്റ്റോൾ എന്ന് ആലോചിക്കും. ബി സ്റ്റോൾ, ആ സ്റ്റോളിന്റെ പേരാണ് ബി എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വെക്കുക, BS ബി സ്റ്റോൾ എന്നുള്ളത്. ബി സ്റ്റോള്. അടുത്തത് 66C ആണ്. അത് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പോൾ 66C ഐഡന്റിറ്റി തെഫ്റ്റ്. സി ഐഡന്റിറ്റി തെഫ്റ്റ് ആണെന്ന് ആലോചിക്കാൻ CID എന്നാലോചിച്ചാൽ മതി. CID. അപ്പൊ 66C CID. CID എന്ന് പറഞ്ഞാൽ ID തെഫ്റ്റ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഐഡന്റിറ്റി മോഷണം നടത്തുക, ഇലക്ട്രോണിക് സിഗ്നേച്ചറോ അല്ലെങ്കിൽ പാസ്വേഡോ ഒക്കെ സത്യസന്ധത അല്ലാത്ത രീതിയിൽ വഞ്ചനാപരമായിട്ട് എന്ത് ചെയ്യുക, മോഷണം നടത്തുക, അതിനെയാണ് ID തെഫ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നതും ഇതേ പണിഷ്മെന്റ് ആണ് കേട്ടോ. 3 വർഷവും 1 ലക്ഷം രൂപ പിഴയുമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ CID എന്നാലോചിക്കുക, ബി സ്റ്റോൾ എന്നാലോചിക്കുക, എ സ്ട്രക്ക് ഡൗൺ ചെയ്തതാണ്. ഡി എന്താണ്? പേഴ്സണേഷൻ അഥവാ ആൾമാറാട്ടം. ആൾമാറാട്ടം നടത്തുക, ഒരാളുടെ പേരിൽ വേറൊരാൾ ആൾമാറാട്ടം നടത്തുക, പേഴ്സണേഷൻ എന്നുള്ളതാണ് ഡി. അപ്പോൾ ഡി പേഴ്സണേഷൻ എന്നുള്ളത് ഡി പെർ എന്നാണ് പറയുന്നത് തുടങ്ങുന്നത്. അപ്പൊ ഡയപ്പർ എന്നാലോചിക്കുക, ഡി പെർ ഡയപ്പർ, പേഴ്സണേഷൻ, ഡി പേഴ്സണേഷൻ ഡയപ്പർ എന്നാലോചിക്കുക, ഡി പെർ ഡയപ്പർ എന്നാലോചിച്ചോ. വേറെ നല്ല കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സോഴ്സ് ഉപയോഗിച്ച് ആത്മാറാട്ടം, വഞ്ചന ഇതൊക്കെ നടത്തുന്നതിൽ എങ്ങനെയാണ്? ഇതേ പണിഷ്മെന്റ് ആണ്. 3 വർഷം തടവും 1 ലക്ഷം പിഴയുമാണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണേ. അടുത്തത് എന്താണ്? ഈ പ്രൈവസി ലംഘനം, അതായത് സ്വകാര്യതാ ലംഘനമാണ് ഈയിൽ പറയുന്നത്, 66E. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം. വേറെ എന്തെങ്കിലും ഒരു കോഡ് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഈ പ്രൈവസി ലംഘനമാണ് ഓർത്ത് വെക്കുക, സ്വകാര്യതാ ലംഘനം. സമ്മതമില്ലാതെ എന്തെങ്കിലും ഒരു ചിത്രം പകർത്തുക അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് 3 വർഷം തടവും 2 ലക്ഷം രൂപ, ഇവിടെ കാണിക്കുന്നുണ്ട്, 2 ലക്ഷം രൂപ പിഴയുമാണുള്ളത് കേട്ടോ. ഈ പ്രൈവസി ലംഘനം നടത്തുന്നതിന് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയാണ്. എഫ് ടെററിസം ആണ്, അതെല്ലാവർക്കും അറിയായിരിക്കും. എഫ് ടെററിസം ഒന്ന് നോക്കിയേ. ഈ എഫ് എന്നെഴുതുന്നതിൽ ഒരു ടി ഇല്ലേ? അല്ലേ? എഫ് എന്നെഴുതുന്നതിൽ ഒരു ടി ഇല്ലേ? ഈ ഒരു നടുവിലുള്ള അങ്ങോട്ട് മാറ്റി ഇങ്ങനെ ആക്കിയ ടി ആയില്ലേ? അപ്പൊ എഫ് ടെററിസം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിന് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ശിക്ഷ. ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം ശിക്ഷ അല്ലെ? അതാണ് എഫ് ടെററിസത്തിലുള്ളത്. അപ്പൊ 65 ടാമ്പറിങ്, 65 ടാമ്പർ എന്നാലോചിക്കാം. ടെമ്പർ എന്നൊക്കെ ആലോചിക്കാം. നമുക്ക് ചൂട് അല്ലെങ്കിൽ ചൂടാവുക എന്നൊക്കെ ഉള്ളല്ലേ ടെമ്പർ പറയാം. അപ്പോൾ ചിക്കൻ 65 എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? നല്ല ചൂടുള്ള ടെമ്പറുള്ള 65, ചിക്കൻ 65 എന്ന് ആലോചിച്ചാൽ. അപ്പോൾ 65 ടെമ്പർ, ടാമ്പറിങ് വിത്ത് സോഴ്സ് കോഡ്. 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകൾ. 66A സ്ട്രക്ക് ഡൗൺ ചെയ്തു. കേസ് ശ്രേയ ഷിൻകാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഒഫൻസീവ് മെസ്സേജ് അയക്കുന്നതാണ്. 66B ബി സ്റ്റോൾ, സ്റ്റോളൻ പ്രോപ്പർട്ടി, വഞ്ചനാപരമായ രീതിയിൽ റിസീവ് ചെയ്യുന്നത്. 66C ID തെഫ്റ്റ്, CID. 66D പേഴ്സണേഷൻ അഥവാ ആൾമാറാട്ടം, ഡയപ്പർ എന്നാലോചിക്കുക. ഈ പ്രൈവസി സ്വകാര്യതാ ലംഘനം, എഫ് ടെററിസം. ഇത്രയാണ് ഈ
ഒഫൻസുകൾ, കുറ്റകൃത്യങ്ങളോ അതിനുള്ള ശിക്ഷ എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഒഫൻസുകൾ തന്നെയാണ്. 67, 67A, 67B. ഇതേ അധ്യായത്തിൽ തന്നെ കുറ്റങ്ങൾ തന്നെയാണ്. 67 പറയുന്നത് എന്താ? പബ്ലിഷ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുക. എന്ത്? ഒബ്സീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇലക്ട്രോണിക് ഫോമിൽ. അതായത് എന്താ? അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ഫോമിൽ പ്രസിദ്ധീകരിക്കുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് 67 പറയുന്നത്. അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒബ്സീൻ ആയിട്ടുള്ള അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ. അതിന് 3 വർഷം തടവും 5 ലക്ഷം വരെ പിഴയും ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതേ ഒഫൻസ് റിപ്പീറ്റ് ചെയ്താൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കി. അപ്പൊ 67 ശിക്ഷ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 3 വർഷമാണ് ശിക്ഷ, 5 ലക്ഷം രൂപ വരെ പിഴയും. അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 67A എന്താ പറയുന്നത്? 67A പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെ. പബ്ലിഷ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുക ഇലക്ട്രോണിക് ഫോമിൽ. അതായത് ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ, അങ്ങനെ എന്തെങ്കിലും കണ്ടെയ്ൻ ചെയ്ത കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് 67A പ്രകാരം 5 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. അത് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് 7 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാവുന്നതാണ്. 7A പബ്ലിഷിംഗ് ട്രാൻസ്മിറ്റിംഗ് കണ്ടെയ്ൻ സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ അശ്ലീലാണ്, ഇതിൽ ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും. ഇനി 67B ആണെങ്കിൽ, ഇലക്ട്രോണിക് ഫോമിലാണ്. 67B ആണെങ്കിൽ ചൈൽഡ് പോർണോഗ്രാഫി പറയുന്നത് 67Bയിലാണ്. ഇതേ കാര്യങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ 67B പ്രകാരം 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇവിടെ തന്നെ പഠിച്ചെടുക്കാം. സെക്ഷൻ 72 ആണ് പറയുന്നത്. അത് പറയുന്നത് എന്താ? ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി എന്ന് വെച്ചാൽ എന്താ? രഹസ്യാത്മകതയും സ്വകാര്യതയും ഒക്കെ ലംഘിക്കുന്നതിനുള്ള ഒരു കുറ്റമാണ് 72 പറഞ്ഞിട്ടുള്ളത്. അതിനെന്താ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത്? 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് പറഞ്ഞിട്ടുള്ളത് 72. ഇതൊക്കെ സിലബസിലുള്ള സെക്ഷൻ തന്നെയാണ് കേട്ടോ. 67 പബ്ലിഷിംഗ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ, അശ്ലീലം. 67A ലൈംഗികത പ്രകടമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. 67B അതിൽ കുട്ടികളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചൈൽഡ് ബോണായി. അതിനുള്ള ശിക്ഷ ഓർത്ത് വെക്കുക. ചൈൽഡ് പോർണോഗ്രാഫിക്കൊക്കെ ഉള്ള ശിക്ഷ എപ്പോഴും ചോദിക്കുന്നതാണ്. 72 ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലംഘിക്കുന്നതിന് 2 ഇയറും 1 ലാഖും ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ.